ആദരണീയനായ സമസ്തയുടെ എല്ലാമായ ഏറ്റവും പ്രിയപ്പെട്ട തങ്ങൾ, AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കാസർഗോഡിലെ ജനപ്രിയനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വേദിയിലുള്ള ശ്രീ കുറുമൊഴി MLA അടക്കം പണ്ഡിത ശ്രേഷ്ഠമായി സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു ക്യാമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആമുഖമായി പറയാൻ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ എട്ടാം തീയതി ഞാൻ രേഖപ്പെടുത്താൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്യാമ്പായി മാറുമെന്നാണ് ഞാൻ ജീവിതങ്ങളുമായി സംസാരിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ടെന്ന് എന്നോട് അദ്ദേഹത്തിന്റെ യാത്രയുടെ വേളയിൽ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മഹാസമ്മേളനമാണെന്ന് കരുതിയല്ല. ശ്രീ തങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ കേരളത്തിൽ കഴിയുള്ളൂ എന്നത് എത്ര സമാധാനപരമായി ഞങ്ങളിങ്ങോട്ട് റോഡിലൊക്കെ വരുമ്പോൾ എത്ര സമാധാനപരമായി അച്ചടക്കത്തോടെയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് സൂചിപ്പിക്കുന്നത് സമസ്തയുടെ അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് സമസ്തയുടെ 100ാം വർഷം പൂർത്തിയാകുന്നതിന്റെ സമ്മേളനം ക്യാമ്പുമാണ് നടക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം സമുദായത്തിൽ ആത്മീയത ഉണർത്തിയെടുക്കാനും മതപരമായ അവബോധം ഉണ്ടാക്കാനും വേണ്ടി സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണിത്. മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കേരള സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഇതര സമൂഹങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരമായി പ്രവർത്തിച്ചു എന്നത് വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ആദരണീയനും ബഹുമാനീയനുമായ ജീവിതങ്ങളുടെ യാത്ര ഞാൻ കണ്ടു. ഞാൻ ആലപ്പുഴയിലെ സമ്മേളനത്തിലും വയനാട്ടിലെ സമ്മേളനത്തിലും പങ്കെടുത്തതാണ്. ആ സമ്മേളനങ്ങൾ തന്നെ കേരളത്തോട് വിളിച്ചോതിയത് ആധ്യാത്മികതയോടൊപ്പം മതപരമായ ചിന്തകളോടൊപ്പം പ്രായോഗികമായി ജീവിതത്തിൽ പകർത്തേണ്ട പുതിയ സങ്കല്പങ്ങളെയും ചിന്തകളെയും പറ്റി കൂടിയായിരുന്നു യാത്രയിൽ ഉടനീളമാണ്. മതവിദ്യാഭ്യാസം അനിവാര്യമാണ്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള സുന്നി വിശ്വാസികളായിട്ടുള്ള ജനവിഭാഗങ്ങളാണ്. മതപരമായ വിശ്വാസം ഉയർത്തിപ്പിടിക്കാനും ആത്മീയമായ കാര്യങ്ങളിൽ മുഴുകാനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ